ഈ പമ്പയിൽ നടന്ന ഘോഷിച്ചു നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം 4.4 കോടി രൂപയാണ് സംഘാടകർ കൈമാറിയത്. ഭക്ഷണത്തിലും കള്ളക്കണക്ക്. പരിപാടി ഇല്ലാതിരുന്ന രാത്രിയിൽ 3000 പേർ ഭക്ഷണം കഴിച്ചെന്നാണ് കണക്ക്. ഇവരുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. കോടികളാണ് ഈ ഒരു ആർഭാട സംഗമത്തിന് ചെലവഴിച്ചത്. പക്ഷേ സംഗമം എത്രത്തോളം പ്രഹസനമായിരുന്നു എന്ന് നമ്മളൊക്കെയും കണ്ടറിഞ്ഞതാണ്. പക്ഷേ ഇതിൻ്റെ പേരിലും കോടികളുടെ വെട്ടിപ്പ്, ഇതിൻ്റെ പേരിലും കോടികളുടെ ക്രമക്കേട്, ഇതിൻ്റെ പേരിലും കോടികളുടെ ധൂർത്ത്, അത് തന്നെയാണ് കണക്കുകൾ, അല്ലേ? തീർച്ചയായിട്ടും ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത് പൂർണ്ണമായും കണക്കുകളിലെ പൊരുത്തക്കേടുകളാണ്. പ്രത്യേകിച്ച് ഭക്ഷണത്തിലും കള്ളക്കണക്ക് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അത്തരത്തിലാണ്. രാത്രിയിൽ 3000 പേർക്ക് ഭക്ഷണം കഴിച്ചെന്നാണ് കണക്ക്. ആകെ ആ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ വന്ന ആളുകളുടെ എണ്ണം എത്രയെന്നറിയാം. നമുക്ക് ആ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ ആ വേദിയിലിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാഴ്ച നമുക്ക് അന്ന് തന്നെ കാണാൻ സാധിച്ചതുമാണ്. അതിനുശേഷം കുറച്ചു പേർ മാത്രമാണ് ആ സദസ്സിൽ പിന്നെ വേദിയിലും ഒക്കെ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും അന്ന് രാത്രി തങ്ങി എന്ന് കാണിച്ചുകൊണ്ടാണ് ഇതിൽ 3000 പേർ ഭക്ഷണം കഴിച്ചു എന്ന് സംബന്ധിച്ചുള്ള ഒരു കള്ളക്കണക്ക് നൽകിയിരിക്കുന്നത്. ആ കണക്കിൽ പൊരുത്തക്കേടുണ്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഭക്തസംഗമവുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കലിന് മാത്രം 4.04 കോടി രൂപ നൽകിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചും ഓഡിറ്റ് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള പണങ്ങൾ ചിലവഴിച്ചത് എന്ന് സംബന്ധിച്ചുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വെറും 3000-ലധികം പേർ വന്നെടുത്ത് 4.04 കോടി രൂപ ചിലവഴിച്ചത്, അത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏത് തരത്തിലായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റു വിവിധ സ്ഥലങ്ങളിൽ ഹോട്ടലുകൾക്ക് പണം നൽകാനുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ ഇവർ തങ്ങിയിരുന്ന സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് എത്തിയവർ മുൻകൂട്ടി നേരത്തെ നിരവധി ഗസ്റ്റുകളെ, പ്രത്യേകിച്ച് അതിഥികളെ ക്ഷണിച്ചിരുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത്. ആ ക്ഷണിച്ചിരുന്നതിലും വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വതന്ത്ര ഓഡിറ്റിങ്ങിൽ കണ്ടെത്തിയ പൊരുത്തക്കേടുകളുടെ ഫെബ്രുവരി 27-നകം വിശദീകരണം നൽകാനാണ് ജസ്റ്റിസ് വിജയരാഘവൻ ഉൾപ്പെടുന്ന ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ഏകദേശം അതിഥികൾ നൽകാനായി 4100 പാക്കറ്റ് വീതം അപ്പം, അരവണ, വിഭൂതി, മഞ്ഞൾ, കുങ്കുമം, ആടിയ ശിഷ്ടം, നെയ്യ്, 1 കിലോ ചന്ദനം എന്നിവ കരുതിയിരുന്നു എന്നതടക്കമുള്ള ഒരു കിറ്റുകൾ ഇവർക്ക് നൽകിയ കണക്കുകളും ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നാണ്. അയ്യപ്പ ഭക്ത സംഗമത്തിനുള്ള തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുമെന്നാണ് സർക്കാരും ബോർഡും പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും സാധിക്കാതെ വന്നതോടെ ബോർഡിന് ചെലവഴിക്കേണ്ടി വന്നത് 3.40 കോടി രൂപ, അതായത് 3.40 കോടി രൂപ നിലവിൽ ബോർഡിന് ചെലവഴിക്കേണ്ടി വന്നുവെന്നും 5 കോടി രൂപയാണ് സംഗമത്തിന് ആകെ ചെലവഴിച്ചിരിക്കുന്നത്. എന്നാൽ 6 കോടിയിലേറെ ചിലവായിട്ടുള്ളതാണ് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. നേരത്തെ ആദ്യഘട്ടം മുതൽ ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമം തുടങ്ങാൻ പോകുന്ന സമയം മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പ്രഖ്യാപനം നടത്തിയിരുന്നത് ഇത്തരത്തിലാണ്. ഒരു പൈസ പോലും ബോർഡിൻ്റെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, അല്ലെങ്കിൽ അതിൻ്റെ ബോർഡിൻ്റെ തുക ചിലവഴിച്ചുകൊണ്ടല്ല ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. അത് സ്പോൺസർഷിപ്പിലൂടെ തന്നെ പരിപാടി സംഘടിപ്പിക്കും എന്ന നിലപാടായിരുന്നു ഉന്നയിച്ചിരുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ തുടക്കം മുതൽ ഇത്തരത്തിൽ പറഞ്ഞിട്ട് പിന്നീട് ബോർഡിന് വേണ്ടി മാത്രം ചിലവഴിക്കേണ്ടി വന്നത് 3.40 കോടി രൂപയാണ്. അതിനുശേഷം ചിലവഴിക്കേണ്ടി വന്നു എന്ന് കണക്ക് കാണിച്ചതാകട്ടെ 5 കോടി രൂപയാണ്. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച് പുറത്തു വരുമ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 6 കോടിയിലേറെ രൂപ ചിലവഴിക്കേണ്ടി വന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. ഇതിൽ 4 കോടിയിലധികം രൂപ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് നൽകിയിരിക്കുന്നു. വിവിധ സ്റ്റേജുകൾ ഉൾപ്പെടെയുള്ള ചെറിയ പണികൾ ഉൾപ്പെടെയുള്ളവ
ഉൾപ്പെടുത്തിക്കൊണ്ട് 4.04 കോടി രൂപ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് മാത്രം നൽകിയിരിക്കുന്നു. ഇനിയും നൽകാനുള്ള നിരവധി ഹോട്ടലുകളുണ്ട്. പ്രത്യേകിച്ച് അതിഥികൾ വന്ന് താമസിച്ചു പോയി എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ഹോട്ടലുകൾക്ക് ആദ്യം തന്നെ ഒരു മുൻകൂറായി ഒരു അഡ്വാൻസ് തുക നൽകിയിരുന്നു. അതിനുശേഷം നിരവധി ഹോട്ടലുകൾക്ക് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി ഹോട്ടലുകൾക്ക് ഈ ഒരു തുക ബാക്കി സർക്കാർ നൽകേണ്ടതുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ വ്യക്തമായ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ഈ അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് വലിയൊരു തട്ടിപ്പ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നു. ദേവസ്വം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഓക്കെ വിനീഷിത്താലും ഈ അയ്യപ്പ ഭക്ത സംഗമവും ഒരുപക്ഷെ വലിയ തോതിലുള്ള അന്വേഷണത്തിന് വിധേയമാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ നിയമസഭയിൽ ദേവസ്വം മന്ത്രി തന്നെ നടത്തിയ ചില പ്രതികരണങ്ങൾ അതൊക്കെയും അറിഞ്ഞുകൊണ്ടാണ് തട്ടിപ്പാണ്. അവിടെയും കൃത്യമായ രീതിയിലുള്ള ഈ ക്രമക്കേട് മറച്ചുവെക്കേണ്ട സമീപനമാണ് സ്വീകരിച്ചത് എന്നത് കൂടി ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാവുകയാണല്ലേ. കാരണം ഇതിനായിട്ടുള്ള തുക കോടതി പ്രത്യേകം പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ തുക എടുക്കരുത്, സർക്കാർ ഫണ്ടും എടുക്കരുത്, ഭക്തരിൽ നിന്നും ലഭിക്കുന്ന പണമുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചെന്നാണ്. അതായത് സ്പോൺസർഷിപ്പിൽ നിന്ന്, ഭക്തർ എന്ന് പറയാൻ പറ്റില്ല, സ്പോൺസേഴ്സിൽ നിന്നും എടുക്കണമെന്നാണ്. പക്ഷേ ദേവസ്വം ബോർഡിന്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് നടന്നിരിക്കുന്നത്. അതായത് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് അല്ലേ.